വാഴ കണ്ടുകൊണ്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോ ഒരു കിടിൽ ഉറക്കുറങ്ങിയ കഥയാണിത്. ശരിക്കും എന്താ സംഭവിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലമ്പൂർക്ക് ഇറങ്ങിയൊക്കെ എത്തിയാണ്ട് പോയത്. അവിടെ പോയി കണ്ട് കുറച്ചേരം ഷോപ്പിലൊക്കെ കുത്തിരുന്നു. വൈകുന്നേരം അവിടുത്തെ ഒരു ചാടിക്ക് എത്തിയാണ്ട് ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ചാടിച്ചുകൊണ്ട് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുത്തിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെന്നപ്പോഴല്ലേ നല്ല കിടിലും നാടൻ മാങ്ങയൊക്കെ അവിടെ കൂട്ടിയിട്ട് അത് കണ്ടപ്പോ തന്നെ ഇണ്ണിമാന അതിനൊരു തൊള്ളേക്കിട്ട് ഇണ്ണിമാന്റെ തീറ്റ ഫസല് പറഞ്ഞതാണ്. അവിടുന്ന് മാങ്ങ അതിന്റെ ഇപ്പോൾ ആൾക്കാരൊക്കെ തിന്നുകണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് വാങ്ങിയത് 2 ടൈലറാക്കും അപ്പുറത്തിരിക്കണ ആക്കാൻ കൊടുത്താണ്ട് ബാക്കി അവിടെ നിന്ന് തിന്ന്. മാങ്ങയാണെങ്കിലോ കിടിലം മാങ്ങ ഒരു രക്ഷയില്ല. അങ്ങനെ അതും തിന്ന് ഞങ്ങൾ അണ്ടിയൊക്കെ എടുത്താണ്ട് കൊട്ടയ്ക്കിട്ട് പതാക്കണേ വരാൻ പോണ പുതിയ ഏതോ ഐറ്റാണ് പറഞ്ഞാൽ നമ്മളെ മുന്നിക്ക് തോണ്ടുന്നത്. അത് ഇങ്ങനെ തിന്നോണ്ടെന്ന് പതാക്കണേ പച്ചച്ചെരുപ്പ് ഇട്ടാണ്ട് കണ്ണൻ ചാടിക്കാൻ വിളിക്കാൻ വന്നിക്കണേ. അങ്ങനെ ചായക്കടയിൽ എത്തിയപ്പോ തുടങ്ങിയോ വരില്ല 5 സമൂസ 5 പയമ്പൊരിയൊക്കെയാണ് അവന്റെ സാധാരണ കണക്ക്. ഇന്നെന്തോ കുറവുണ്ട്. അങ്ങനെ അവിടെ ചാടിച്ചാണ്ട് അങ്ങനെ ഒത്തിരി നമ്മളാണ് ദുബായിൽ നിന്ന് ചെങ്ങൈനെ കാണാൻ പോകല്ലോ ചോദിച്ചു. അതിന് വേണ്ടി കണ്ട് വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോഴല്ലേ റോഡ് ഒന്നും ഇല്ലാത്തൊരു ബ്ലോക്ക്. അങ്ങനെ അവിടെ എത്തിയപ്പോഴല്ലേ ദുബായിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടതൊക്കെ ഇവിടെ പടക്കം വാങ്ങി തീർത്തിക്കണോ. അതിന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കണേ. ഇതൊക്കെ അങ്ങനെ ഓന്റെ പടക്കം പൊട്ടികളെ കേട്ടപ്പോ ഓന് കജ്ജും കൊടുത്ത് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയാണ് നേരെ ഒന്ന് കടന്നുറങ്ങാനുള്ള പ്ലാനായിരുന്നു. കാരണം തലേന്ന് ശരിക്കും ഉറക്കാൻ കിട്ടിയില്ലേ. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കണ്ട് പെരയിലെത്തിയപ്പോ അങ്ങനെ ശ്രീധരനെ അഖിലേച്ചും കുട്ടികളൊക്കെ പാടാതെ അങ്ങനെ പെരയില്. അങ്ങനെ അവിടെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കണതിന്റെ ഇടയിലാണ് 12 വാഴ ബുക്ക് ചെയ്തിരിക്കണായിരുന്നു. അല്ല ഉറങ്ങാൻ വേണ്ടി കണ്ട് വന്ന് ഇനിയും കൂട്ടിങ്ങാണ്ട് ബുക്ക് ചെയ്തിരിക്കണം. ഞാനതൊരിട്ടം കണ്ടതുമാണ്. ഏതായാലും ബുക്ക് ചെയ്തല്ലേ കണ്ട് ഒന്നുകൂടി ആയിട്ട് കാണാൻ പോയി. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴേക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പൊ ഇന്നത്തെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി ഷെയർ കാണാം.